ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പൊട്ടുകടല കൊണ്ടുള്ള നല്ലൊരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4-5 ചെറിയ ഉള്ളി ഒന്നിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, വറ്റൽമുളക്, ഒരു 1/4 കപ്പ് പൊട്ടുകടല എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഈ ചട്ടി തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ അരയ്ക്കുന്ന സമയത്താണേലും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചേർക്കുമ്പോൾ ഒന്ന് വാടുന്ന സമയത്ത് തന്നെ ഉപ്പൊക്കെ ഇതിൻ്റെ കൂടെ പിടിച്ച് കിട്ടിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു 2 പേർക്ക് കൂട്ടാനുള്ള ചട്നിയാണ്. അതിനുള്ള വെള്ളമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് നീട്ടി എടുത്തിട്ടില്ല. ഒരുപാട് പേർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തെടുത്താൽ മതി. എനിക്ക് കുറുകിയ ചട്നിയോടാണ് താല്പര്യം, അതുകൊണ്ട് അത്രയും വെള്ളം ചേർത്താണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടൊന്ന് താളിച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. എന്നും തേങ്ങാ ചട്നിയൊക്കെ കഴിച്ചു മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുണ്ട്, പൊട്ടുകടലയുടെ ഒരു ടേസ്റ്റ് അറിയത്തില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകയും കൂടി ചെയ്യണേ.